ഇഫക്ട് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത ഡിസംബർ 21 CSI ആക്സ് സംയുക്തമായി നടത്തുന്ന ക്രിസ്മസ് പീസ് ഫെസ്റ്റിവലിൻ്റെ ഒന്നാം ഔദ്യോഗിക ദിവസമാണ്. ഇന്നത്തെ വിശേഷങ്ങളാണ്. അതിൻ്റെ ഓരോരോ വിശേഷങ്ങൾ കാണുക. ഇത് തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കുന്ന ഒരു സുവർണ നിമിഷമാണ്, അസുലഭ നിമിഷമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഉന്നതരായ നേതൃത്വങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളും സഭാ വ്യത്യാസമന്യേ എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ടുള്ള ഏറ്റവും കൃത്യമായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിൽ സംബന്ധിച്ചവർക്കുള്ള സന്തോഷം അറിയിക്കും. 500 പക്ഷികൾ വിഹരിക്കുന്ന ബേഡ്സ് പാർക്കും മെഡിക്കൽ എക്സിബിഷനും LMS ക്യാമ്പസ് വിസ്മയത്തിന്റെ രാവുകളായി മാറുന്നു. കേരളത്തിന്റെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തിരിതെളിയിച്ച് വർണ്ണാഭമായി തുടക്കം കുറിക്കുന്ന ഈ ഫെസ്റ്റ് ഈ നാടിന്റെ ആഘോഷമാണ്, നാട്ടുകാരുടെ കലാമാമാങ്കമാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രകാശഗോളങ്ങൾ ഒരു ജനതയുടെ പുനരാഗമനത്തിന്റെ പുത്തൻ പ്രതീക്ഷകളുടെ വിളവലമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന് അഭിമാനമായി കാഴ്ചവെക്കുന്ന 12 ദിവസങ്ങളിലേക്ക് നമുക്ക് ഒരുങ്ങാം. ഓൺലി ഓൺ ട്രിവാൻഡ്രം ഫെസ്റ്റ് ക്രിസ്മസ് പീസ് കാർണിവൽ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവകയുടെ ഉപാധ്യക്ഷനും സഭാമക്കളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന നല്ല ഇടയനുമായ റവറൻ ഡോക്ടർ പ്രിൻസൺ വെല്ലസിനെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അവിടുത്തെ ഏകജാതനായ പുത്രന്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന ഈ നാളുകളിൽ തിരുവനന്തപുരത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകളും മറ്റ് മതവിഭാഗങ്ങളിലുള്ള എല്ലാ ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഗവൺമെന്റും എല്ലാം ചേർന്ന് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷം തിരുവനന്തപുരം ഫെസ്റ്റ് എന്ന നാമധേയത്തിൽ കൊണ്ടാടുന്നതിന് തിരികെ ഇഷ്ടമുണ്ടായതിനോർത്ത് ഞങ്ങളങ്ങെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളന വേദിയിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ 12 ദിവസക്കാലം ഈ സ്റ്റേജിൽ ഇവിടെ നടത്തുന്ന എല്ലാ പ്രോഗ്രാംസും അതോടൊപ്പം ഈ ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും
ക്രിസ്മസിൻ്റെ സന്തോഷം വിളിച്ചറിയിക്കുന്നതും എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതുമായി തീരുന്നതിന് കൃപ നൽകണമേ. ഞങ്ങളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ സമൂഹമെന്ന് നേരിടുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന എല്ലാ ഇഷ്യൂസിനും പരിഹാരമുണ്ടാകുന്നതിന് കൃപ ഉണ്ടാകണമേ. ദാരിദ്ര്യവും വിശപ്പും അനുഭവിക്കുന്ന ജനത്തിന്, നീതി നിഷേധിക്കപ്പെട്ട ജനത്തിന്, സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ക്രൂരതകൾക്ക്, മറ്റു വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുന്നതിന് ക്രൈസ്തവ സഭകളും മറ്റ് മതവിഭാഗങ്ങളും ഗവൺമെൻറ്റും എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകുന്നതിന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങൾ പടുത്തുയർത്തുന്ന ഈ ഒരു കൂട്ടായ്മ മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പരമപിതാവേ. ആമേൻ. ഈ മെഗാ കാർണിവലിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട 2 സംഘടനകളാണ് CSI സൗത്ത് കേരള മഖായുടെ വകയും ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസായ ആക്സും. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ക്രൈസ്തവ പുരോഹിതന്മാരുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പൂർണ്ണ സമയം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആക്സിന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയും ഈ ട്രിവാൻഡ്രം ഫെസ്റ്റിന്റെ ചീഫ് കോർഡിനേറ്ററുമായ ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ അവരെ ഏതാനും വാക്കുകളിൽ ആമുഖം നൽകുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചരിത്രം ഉറങ്ങുന്ന മണ്ണ് എന്ന് അക്ഷരാർത്ഥത്തിൽ ഈ LMS ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. 1 നൂറ്റാണ്ട് അപ്പുറത്ത് ഈ നാട്ടിൽ നിലനിന്ന തെറ്റായ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായി രാജഭരണകാലത്തെ ജനദ്രോഹപരമായ നിലപാടിനെതിരായി വലിയൊരു കൂട്ടായ്മ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത് ഈ മണ്ണിലാണ്. നിവർത്തന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് വിത്ത് പാകിയത് ഈ മണ്ണിലാണ്. ആ ചരിത്രത്തിൻ്റെ താളുകൾ അതാണ് ഞങ്ങളെ ഈ ക്രിസ്മസ് ആഘോഷം, ഈ ട്രിവാൻഡ്രം ഫെസ്റ്റ്. ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം ആഘോഷമല്ല, ക്രൈസ്തവേതര ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പൊതുവികാരമായി ഈ ഇയർ എൻഡിങ് ഫെസ്റ്റ് അതുപോലെ ന്യൂ ഇയർ ഇതിനെ രണ്ടും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയൊരു അനുഭവം ഈ തലസ്ഥാന നഗരിക്ക് സമ്മാനിക്കുക മാത്രമല്ല, പലതിനും മാതൃകയാവുന്ന കേരളം ഇവിടെ ഒരു പുതിയ തുടക്കം കൊടുക്കുകയാണ്. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പോലെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ, പുതുവത്സരം ആഘോഷിക്കുവാൻ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രമുഖമായ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ ആക്സ് ഇന്നലകളിൽ പീസ് കാർണിവൽ എന്ന പേരിലാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ CSIയുടെ സൗത്ത് കേരള മഹായിടവക അനേക വർഷങ്ങളായി ആയിരക്കണക്കിന് വെളിച്ചം പകർന്ന നക്ഷത്രങ്ങളുടെ സ്റ്റാർ ഫെസ്റ്റ് നടത്തിയിരുന്നു. ആ സ്റ്റാർ ഫെസ്റ്റും പീസ് കാർണിവലും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ 2 സഭകൾ മാത്രമേ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മഹോത്സവമാക്കി ട്രിവാൻഡ്രം ഫെസ്റ്റിനെ മാറ്റുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം 1 മാസം മുമ്പാണ് പ്രിയപ്പെട്ട മൗലവിയും അതുപോലെ നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്വാമിജിയും സിൽവാനോസ് തിരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖമായ സഭകൾ, മറ്റ് ഇതര സഭകൾ, അതുപോലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ട് വികാരികളായിരിക്കുന്ന യൂജൻ പെരേര അച്ഛനടക്കം ഈ രംഗത്തുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന
എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സംഘാടക സമിതിക്ക് ഒരു മാസം രൂപം കൊടുത്തു. 1 മാസത്തെ ക്രമീകരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അപാകതകളുണ്ടാവാം. നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, ഇത് എല്ലാ വർഷവും വർഷാന്ത്യത്തിലെ ആഘോഷമാക്കി മാറ്റുവാൻ CSI ദക്ഷിണ കേരള മഹായിടവയും ആക്സും തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം കേരളത്തിൻ്റെ ടൂറിസം വകുപ്പുണ്ട്, മറ്റേ നിരവധി മതേതര പ്രസ്ഥാനമുണ്ട്. അങ്ങനെയുള്ളൊരു മഹോത്സവമാക്കി ജനങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ചെടുത്തുകൊണ്ട് അവരെല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്ന മഹോത്സവമാക്കി വരും വർഷങ്ങളിലും ട്രിവാൻഡ്രം ഫെസ്റ്റിനെ മാറ്റും എന്ന് നിങ്ങളോട് എല്ലാം ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയാം. കേരള സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ്. ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഗോവിന്ദൻ മാഷ് 1991 ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി ഇരിക്കൂറിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന ഒരു കൊച്ചനുജനെ പോലെ എന്നെ കരുതിയ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് ഈ വേദിയിലുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട M.M. ഹസൻ, എത്രയോ അനേക വർഷങ്ങളായി ഗോവിന്ദൻ മാഷിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട M.M. ഹസനുണ്ട്. എന്നെ കൊച്ചനുജനായിരിക്കുന്ന V.V. രാജേഷുണ്ട്. അതാണ് പറഞ്ഞത്, ഈ സൗഹൃദവും കൂട്ടായ്മയും സമുദായങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ വിഭാഗം ആളുകളും ഒരുമിക്കുന്ന മഹോത്സവമാക്കി ഇതിനെ നമ്മൾ മാറ്റുകയാണ്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സദയം ക്ഷമിക്കണം. വരും വർഷങ്ങളിൽ നമ്മളതെല്ലാം മാറ്റിക്കൊണ്ട് ഈ നാടിൻ്റെ മഹോത്സവമായി പുതിയൊരു അനുഭൂതിയാക്കി ഈ ട്രിവാൻഡ്രം ഫെസ്റ്റിനെ മാറ്റും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിനെല്ലാം സർവശക്ത ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ കരുത്തുറ്റ സെക്രട്ടറി, സാമൂഹിക സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയൻ, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവോടെ പൂർത്തീകരിക്കുന്ന യുവനായകൻ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ശ്രദ്ധേയനായ വ്യക്തി, ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ഡോക്ടർ T.T. പ്രവീണിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബിഷപ്പുമാരെ, ആദരണീയരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികളെ, വിവിധ മത സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ ഓഫ് അസോസിയേഷന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദക്ഷിണ കേരള മഹായിടവകയുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എന്റെ കുഞ്ഞു മക്കളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. അതിനോടൊപ്പം ഊഷ്മളമായ സ്വർഗീയമായ ക്രിസ്മസ് ആശംസകളും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന മത നേതാക്കൾ, ആത്മീയ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ബഹുമാന്യരായ അച്ഛന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ദക്ഷിണ കേരള മഹായിടവകയുടെ ക്ഷണമനുസരിച്ച് എത്തിച്ചേർന്നതിൽ എന്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഐക്യം, പരസ്പര ബഹുമാനം, ഇവ വെറും വർത്തമാനങ്ങളിലൂടെ വരുന്ന ആശയങ്ങളല്ല എന്നും മറിച്ച് നമ്മുടെ പ്രവൃത്തിയോടുകൂടിയുള്ള നമ്മുടെ പ്രതിബദ്ധതയാണെന്ന് നിങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.
തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദക്ഷിണകേരള മഹായിടവകയുടെ തിരുമുറ്റത്ത് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ പറയുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് ഒരു സ്വർഗീയ സന്ദേശമാണ്. വർണ്ണ വ്യത്യാസമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ ഇല്ലാതെ എല്ലാവർക്കും നൽകുന്ന പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശമാണ്. അതാണ് നമുക്ക് നൽകുന്ന ക്രിസ്മസ് സന്ദേശം. ഞാൻ വളരെ ചുരുക്കത്തിൽ ദക്ഷിണ കേരള മഹായിടവക ക്രിസ്മസ് സന്ദേശം 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് സന്ദേശങ്ങൾ പല രീതിയിൽ, മറിയത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ രീതിയിൽ, യോസഫിന്റെ സമ്പൂർണ്ണ അനുസരണയുടെ രീതിയിൽ, വിശ്വാസത്തിന്റെ രീതിയിൽ, സ്നേഹത്തിന്റെ രീതിയിൽ, എല്ലാ രീതിയിലും പ്രതിപാദിക്കുന്നവർ ഉണ്ടല്ലോ. എന്നാൽ ദക്ഷിണ കേരള മഹായിടവക ക്രിസ്മസിന്റെ സന്ദേശം അരുളി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശമായിട്ടാണ്. സ്നേഹത്തിന്റെ സന്ദേശമായി ക്രിസ്മസിനെ നമ്മൾ പറയണമെങ്കിൽ, ആഹ്വാനം ചെയ്യണമെങ്കിൽ, നമ്മൾ അതിന്റെ സന്ദേശം നൽകണമെങ്കിൽ ആരാണ് യേശു ക്രിസ്തു? 33.5 വർഷം നമുക്ക് വേണ്ടി ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ യേശു ക്രിസ്തു. യൂണിവേഴ്സിറ്റി ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ പട്ടങ്ങളോ ഒന്നുമില്ലാത്ത നമ്മുടെ യേശു ക്രിസ്തു 150 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ലാത്ത, സഞ്ചരിച്ചിട്ടില്ലാത്ത നമ്മുടെ യേശു ക്രിസ്തു. എന്നാൽ ലോകത്തിന്റെ 5 വൻകരകളിൽ ഈ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. സമസ്ത പ്രായക്കാരും ആ നാമത്തെ ആരാധിക്കുന്നു. 2000-ത്തിലധികം തലമുറകൾ ആ നാമത്തെ ആരാധിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അതാണ് നമ്മുടെ യേശു ക്രിസ്തു. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ഒരു കെട്ടുകഥയല്ല. അത് മഹത്വം നിറഞ്ഞതാണ്, അത് മാനം നിറഞ്ഞതാണ്, അത് സത്യമുള്ളതാണ് എന്ന് മാറ്റമില്ലാത്ത വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ക്രിസ്തു തന്റെ ശുശ്രൂഷ വേളയിൽ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? സങ്കീർത്തനക്കാരൻ 41-ന്റെ 1-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എളിയവനെ ആദരിക്കുക, സ്നേഹത്തോടെ ആദരിക്കുക. കഷ്ടതയിലായിരിക്കുന്നവരെ, ദുരിതത്തിലായിരിക്കുന്നവരെ, ദുഃഖത്തിലായിരിക്കുന്നവരെ, രോഗത്തിലായിരിക്കുന്നവരെ പരിചരിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കും എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. അന്യനെ സ്നേഹിക്കുന്നവൻ, റോമർ 13:8 നമ്മെ പഠിപ്പിക്കുന്നു, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചുവല്ലോ എന്ന് പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ഉം 35-ഉം വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 4:20 വീണ്ടും പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാരനെയും സ്നേഹിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാത്തിലും 1 കൊരിന്ത്യർ 13:13 പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ക്രിസ്തുവിൽ പ്രിയരെ, കുഞ്ഞുമക്കളെ, നമ്മൾ
സ്നേഹത്തിലൂന്നിയുള്ള ഒരു ക്രിസ്മസ് സന്ദേശമാണ് ഈ ക്രിസ്മസ് വേളയിൽ നമ്മുടെ ഹൃദയത്തിൽ ചേർക്കേണ്ടത്. നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിന്റെ നിർവചനം എന്താണ്? സ്നേഹം ലളിതവും ഉപാധികളില്ലാത്തതും സ്വയം നൽകുന്നതുമാണ് സ്നേഹം. മുറിവുകളെ ഉണക്കുന്ന, ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന, സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ് സ്നേഹം. വെറുപ്പിനെ ചേർക്കുന്ന, വിദ്വേഷത്തെ അകറ്റുന്ന, ആക്രമണത്തെ നിശബ്ദമാക്കുന്ന ശക്തിയാണ് സ്നേഹം. ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് സ്നേഹം. ദൈവത്തിന്റെ സത്തയും മാനവീയതയുടെ ആഴമേറിയ സത്യവുമാണ് സ്നേഹം. സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം സ്വയം കണക്കിടുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സ്നേഹത്തിൽ സന്തോഷിക്കുന്നു. സത്യത്തിൽ സന്തോഷിക്കുന്ന ശക്തിയാണ് സ്നേഹം. ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നാളുകളിൽ ദക്ഷിണ കേരള മഹായിടവക ഭാരതത്തിലുടനീളമുള്ള എല്ലാ ഡിനോമിനേഷൻ ചർച്ചുകളും ഒരു രൂപതയിൽ ഏറ്റവും കൂടുതൽ സഭകളും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുമുള്ള ഒരു മഹാസഭ, 652ഓളം സഭകളും ഏകദേശം 9,60,000 ജനസംഖ്യയുമുള്ള ഒരു മഹാസഭ. ഇന്ന് ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഭയിലും സഭ ഇതര സ്ഥാപനങ്ങളിലും എല്ലാവർക്കുമായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭ. സപ്ത പദ്ധതികൾ രൂപീകരിച്ച് പണമില്ലാത്തതിന്റെ പേരിൽ സഭയിൽ ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്ന ചിന്തയിൽ വിശക്കുന്നവൻ അന്നം പദ്ധതി. പണമില്ലാത്തതിന്റെ പേരിൽ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിച്ചയക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു കുഞ്ഞുമക്കൾ പോലും നമ്മുടെ സഭയിൽ ഉണ്ടാകരുത് എന്ന ചിന്തയിൽ മംഗല്യ പദ്ധതി. പണമില്ലാത്തതിന്റെ പേരിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുന്ന ഒരു മക്കൾ പോലും മഹാസഭയിൽ ഉണ്ടായിരിക്കരുത് എന്ന ചിന്തയിൽ തുടങ്ങിയ നിറവ് പദ്ധതി. പണമില്ലാത്തതിന്റെ പേരിൽ ഇരിക്കേണ്ട അവസ്ഥയുള്ള വിധവമാരും നിർധനരും നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കരുത് എന്ന ചിന്തയിൽ തുടങ്ങിയ തണൽ പദ്ധതി. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു കുടുംബം പോലും സഭയിൽ ഉണ്ടാകരുത് എന്ന ചിന്തയിൽ തുടങ്ങിയ പാലിയേറ്റീവ് കെയർ പദ്ധതി. അവനവനായിരുന്ന തൊഴിലുകളിൽ അപകടങ്ങൾ സംഭവിച്ച് നിരന്തരമായി കിടക്കയിലായിരിക്കുന്നവർക്ക് മാസക്ഷേമ പെൻഷൻ പദ്ധതി. അങ്ങനെ സപ്ത പദ്ധതികൾ എല്ലാ മേഖലയിലും. അത് നമ്മുടെ യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സംഭവ്യമാകുന്നതാണ്. സ്നേഹത്തിന്റെ പരിവർത്തനമായി, സ്നേഹത്തിന്റെ പ്രതീകമായി എല്ലാവരെയും ഉത്തമ ബോധ്യത്തോടെ കരുതുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സഭയായി ഇന്ന് തിരുവനന്തപുരം ഹൃദയത്തിന്റെ പട്ടണത്തിൽ CSI സഭ ശോഭിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, ഞാൻ തടങ്കലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ നാഥ, നീ വിശന്ന് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ലല്ലോ, നീ ദാഹിച്ച് നമ്മുടെ മുന്നിൽ വന്നിട്ടില്ലല്ലോ, നീ നഗ്നനായി നമ്മുടെ മുന്നിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ യേശു പറയുകയാണ്, ഈ ഏറ്റവും എളിയവന് ചെയ്യുന്നതൊക്കെയും എനിക്ക് ചെയ്യുന്നതത്രേ. ഇന്നും ദക്ഷിണ കേരള മഹായിടവക എന്ന മഹാസഭ കേരള ബ്ലൈൻഡ് ഫെഡറേഷന് ഏകദേശം 200ഓളം പേർക്ക് കിറ്റ് വിതരണം ചെയ്യുകയാണ്. ഈ ക്രിസ്മസ് വേളയിൽ 650 സഭകളിൽ 10,200 കുടുംബങ്ങൾക്ക്, നിർധന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഹോമുകളുടെ മക്കൾമാർക്ക് പുതുവസ്ത്രങ്ങൾ നൽകി ആദരിക്കുന്നു. അവിടെയാണ് ക്രിസ്മസ് ജനിക്കുന്നത്. സ്നേഹത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടക്കട്ടെ.
നമ്മുടെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സാമുവൽ മോർ തിയോഫിലസ് മെട്രോപൊളിറ്റൻ തിരുമേനി, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ആത്മീയ പിതാവാണ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് മെട്രോപൊളിത്ത തിരുമേനി. വിശ്വാസം, സേവനം, ശിഷ്യത്വം എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ ആചരിക്കാനും പ്രചരിപ്പിക്കാനും ശ്രദ്ധിക്കുന്ന ആത്മീയ പിതാവ്. സഭയുടെ ആത്മീയവും സാമൂഹികവുമായ ദൗത്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വിദ്യാഭ്യാസ, ആരോഗ്യ സംരക്ഷണ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി മനുഷ്യ സ്നേഹത്തിന്റെ ദീപ്തമായ മാതൃകയാണ് തിരുമേനി. ബഹുമാനപ്പെട്ട തിരുമേനിക്ക് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും കേരള ടൂറിസം ഡെവലപ്മെന്റിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റൈറ്റ് റവറൻഡ് ഡോക്ടർ സിറിൽ മാർ ബെസലിയോസ് മെത്രോപൊലിത്ത, വിശ്വാസത്തിന്റെ പാതയിൽ ദീപ്തമായ ദീപശിഖയായി തെളിഞ്ഞു നിൽക്കുന്ന ആത്മീയ നേതൃത്വമാണ് റൈറ്റ് റവറൻഡ് ഡോക്ടർ സിറിൽ മാർ ബെസലിയോസ് മെത്രോപൊലിത്ത, സുപ്രീം ഹെഡ് ഓഫ് മലബാർ ഇൻഡിപെൻഡന്റ് സിറിയൻ ചർച്ച്. വചനത്തിന്റെ സൗമ്യതയുടെയും സൗമ്യ സ്നേഹം ഒഴുകുന്ന വ്യക്തിത്വം. അധികാരമല്ല, സേവനമാണ് ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥമെന്ന് ജീവിതം കൊണ്ട് ഇദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ദുഃഖിതരുടെ കണ്ണുനീരിൽ ആശ്വാസ കിരണമായി കടന്നെത്തുന്ന ആത്മീയ നേതാവ്. സാമൂഹിക കെട്ടുറപ്പിനും മതേതര മൂല്യങ്ങൾക്കുമായി നിലകൊള്ളുന്ന ആത്മീയ പിതാവിന് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും കേരളം ടൂറിസം ഡെവലപ്മെന്റ് പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റൈറ്റ് റവറൻഡ് മാത്യൂസ് മാർ സെൽവാനോസ്, ബിലീവേഴ്സ് ചർച്ച്, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലെ റൈറ്റ് റവറൻഡ് മാത്യൂസ് മാർ സിൽവാനോസ് സഭയുടെ പാരമ്പര്യവും ദൗത്യവും ഒരുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ്. വചനഘോഷണത്തിൽ സുതാര്യതയും ആത്മീയതയും ഇഴചേർന്ന ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെത്. സമാധാനവും സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ മാതൃകാപരമാണ്. ഏറ്റവും ഹൃദ്യമായ റൈറ്റ് റവറൻഡ് മാത്യൂസ് മാർ സിൽവാനോസ് തിരുമേനിയെ ദൈവനാമത്താൽ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ പേരിലും ക്രൈസ്റ്റ് എന്ന സംഘടനയുടെ പേരിലും കേരള ടൂറിസം ഡെവലപ്മെന്റ് പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ, കേരള രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാടുകളുടെ ദീപമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ മാസ്റ്ററുടേത്. ലളിത ജീവിതവും ഉറച്ച ആശയങ്ങളും ചേർന്നതാണ് മാസ്റ്ററുടെ രാഷ്ട്രീയ മുഖം. സാമൂഹിക നീതിയും സമത്വവും മതേതരത്വവും ഇദ്ദേഹത്തിന്റെ ജീവിത ദർശനത്തിന്റെ ആധികാരിക ശീലങ്ങളാണ്. ജനക്ഷേമം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കാലത്തിന്റെ വെല്ലുവിളികളെ ദൃഢനിശ്ചയത്തോടെ നേരിടുന്ന മനസ്സിനുടമ. സാമൂഹിക നീതി, മാനവികത, മതേതരത്വം എന്നിവ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് മൂടൽമഞ്ഞ് അകറ്റുന്ന പ്രകാശമായി നിലകൊള്ളുന്ന സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർക്ക് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ദക്ഷിണ കേരള മഹാ ഇടവകയായി ഒട്ടനവധി നമ്മുടെ സ്ഥാപനങ്ങളുടെ വിഷയങ്ങളുമായി മാസ്റ്ററെ സമീപിച്ചിട്ടുണ്ട്. കാരക്കുളം മെഡിക്കൽ കോളേജിന്റെ വിഷയങ്ങൾ, ലോ കോളേജിന്റെ വിഷയങ്ങൾ, മുളയറ കോളേജിന്റെ വിഷയങ്ങൾ, എല്ലാത്തിലും അനുഭാവപൂർവമായ ഈ ജനതയെ കരുതുന്ന നടപടികളാണ് ബഹുമാനപ്പെട്ട സാറിൽ നിന്നുണ്ടായിട്ടുള്ളത്.
അതിന്റെ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ശ്രീ MM ഹസൻ പൊതുജീവിതത്തിന്റെ വഴികളിൽ സൗമ്യതയുടെ അടയാളമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ശ്രീ MM ഹസൻ. വാക്കുകളിൽ മിതത്വവും നിലപാടുകളിൽ ദൃഢതയും ചേർന്ന സവിശേഷ വ്യക്തിത്വത്തിനുടമ. ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് പരിഹാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന നേതാവ്. മതസൗഹാർദ്ദത്തിന്റെ പാതയിൽ വിശ്വാസത്തിന്റെ പാലങ്ങൾ പടിയുന്ന നേതാവ്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ, നമ്മുടെ അന്തസ്സായ ചാൾസ് MP ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും അതിനുശേഷവും നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട നേതാവ്. സമൂഹത്തിന്റെ നാഡീസ്പർശനം തിരിച്ചറിഞ്ഞ് സൂക്ഷ്മദർശനത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീ MM ഹസന് ദക്ഷിണകേരള മഹായിടവയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ VV രാജേഷ് കൊടുങ്ങാനൂരിന്റെ മണ്ണിൽ പ്രതീക്ഷയുടെ വിത്ത് മുളപ്പിച്ച വിജയമാണ് BJP സംസ്ഥാന സെക്രട്ടറി ശ്രീ VV രാജേഷിന്റേത്. ആശയങ്ങളുടെ കൂർമ്മതയും പ്രവർത്തനത്തിലെ വ്യക്തിത്വവുമാണ് ഇദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ദിശ നൽകുന്ന പ്രവർത്തന ശൈലി, പൊതുസേവനത്തെ ഉത്തരവാദിത്തമായി കാണുന്ന സമീപനം. ദക്ഷിണ കേരള മഹായിടവകയിൽ ആദ്യമൊക്കെ സാറൊന്ന് അകന്നു നിന്നെങ്കിലും ഇന്ന് ഈ സഭാ നേതൃത്വത്തിന് കരുത്തു പകർന്ന പ്രവർത്തനങ്ങളും സഹായ സഹകരണങ്ങളുമാണ് ബഹുമാനപ്പെട്ട ശ്രീ VV രാജേഷിൽ നിന്ന് ഉണ്ടാകുന്നത്. സമീപ ഭാവിയിൽ തന്നെ ശ്രീ VV രാജേഷിന്റെ രാഷ്ട്രീയ വളർച്ച തിരുവനന്തപുരത്തിന് കാണാനാകും എന്ന പ്രതീക്ഷയോടെ ദക്ഷിണ കേരള മഹായിടവകയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ VP സുഖൈദ് മൗലവി. പാളയത്തിന്റെ മണ്ണിൽ മതസൗഹാർദ്ദത്തിന്റെ വിളക്കായി തെളിഞ്ഞു നിൽക്കുന്ന ദീപമാണ് പാളയം ഇമാം ഡോക്ടർ VP സുഖൈദ് മൗലവിയുടേത്. വിശ്വാസങ്ങളെ വേർതിരിക്കുന്ന മതിലുകൾക്കപ്പുറം മനുഷ്യരെ ചേർക്കുന്ന പാലങ്ങൾ പണിയുന്ന ദർശനമാണ് ഇദ്ദേഹത്തിൻ്റെത്. തിരുവനന്തപുരത്തെ മതേതര കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യം, സഹവർത്തിത്വത്തിന്റെ ഭാഷയുടെ ഉടമ, മതേതരത്വം വാക്കല്ല ജീവിത മൂല്യമാണെന്ന് അനുഷ്ഠിക്കുന്ന പാളയം ഇമാം ഡോക്ടർ VP സുഖൈദ് മൗലവിയെ ദക്ഷിണ കേരള മഹായിടവകയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലഫ്റ്റനന്റ് കേണൽ ജേക്കബ് J. ജോസഫ്, സാൽവേഷൻ ആർമി. സാൽവേഷൻ ആർമി കേരള സംസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. സാൽവേഷൻ ആർമി സഭയുടെ സമഗ്ര വളർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിത്വം. വചനത്തിന്റെ സൗമ്യതയുടെയും സൗമ്യ സ്നേഹം ഒഴുകുന്ന വ്യക്തിത്വം. ദൈവസ്നേഹം ഉപദേശമായി മാത്രമല്ല ജീവിത ദിനചര്യയായി ആചരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഏറ്റവും ഹൃദ്യമായി ലഫ്റ്റനന്റ് കേണൽ ജേക്കബ് J. ജോസഫ് അയ്യയെ ദൈവനാമത്തിൽ ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലും ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡാനിയൽ ജോൺസൺ, ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ചിന്റെ ജനറൽ സെക്രട്ടറി, ദക്ഷിണ കേരള മഹായിടവയുടെ സ്വാഗതം അറിയിച്ചു കൊള്ളട്ടെ. റവറൻ ജോസ് കുര്യൻ സാർ PRO, ബിലീവേഴ്സ് ചർച്ച് ദക്ഷിണ കേരള മഹായിടവയുടെ സ്വാഗതം അറിയിച്ചു കൊള്ളട്ടെ. ഇനി ഒരാൾക്കൂടെ സ്വാഗതം പറഞ്ഞ എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ ഒഴിയുകയാണ്. ദക്ഷിണ കേരള മഹായിടവയ്ക്ക് അത്ഭുതകരാം വിധം ഉത്സാഹപരമായ അത്യുജ്വലം നേടി വൈസ് ചെയർമാനായി ഇവിടെ സന്നിധനായിരിക്കുന്ന നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെന്നച്ചൻ. സൗമ്യതയുടെ പര്യായമായ നിലപാടുകളിൽ വ്യക്തതയുള്ള ബഹുമാനപ്പെട്ട അച്ഛന് ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ ഏവരുടെയും പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദക്ഷിണ കേരള മഹായിടവക ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് അച്ഛൻ വിനയത്തിന്റെ പ്രതീകമായി ഇന്ന് സഭയിലുടനീളം ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ട്രഷറർക്ക് ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും നമ്മുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഈ ഐക്യ ക്രിസ്മസ് സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പാസ്റ്റ് ബോർഡ് സെക്രട്ടറി ജയരാജ് അച്ഛൻ കഴിഞ്ഞ നാളുകളിൽ ഇവിടെയുള്ള വർണ്ണചഞ്ചലമായ ഈ നക്ഷത്ര വിസ്മയം തീർക്കുവാൻ രാപകലില്ലാതെ പ്രയത്നിച്ച വ്യക്തിത്വം, ദക്ഷിണ കേരള മഹായിടവകയിൽ ഉടനീളമുള്ള സമഗ്ര വളർച്ചയ്ക്കും സമ്പൂർണ്ണ വളർച്ചയ്ക്കും വേണ്ടി ഈ കാലം അത്രയും പ്രവർത്തിച്ച വ്യക്തിത്വം, അദ്ദേഹത്തെയും ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടന പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജോയിന്റ് വൈസ് ചെയർമാൻ ആയിരിക്കുന്ന റവറൻ സെബാസ്റ്റ്യൻ അച്ഛൻ ഇന്ന് ദക്ഷിണ കേരള മഹായിടവകയുടെ സമഗ്ര സമ്പൂർണ്ണ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്ന അച്ഛനെയും ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലും ആക്സ് എന്ന ക്രൈസ്തവ സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജോർജ് സെബാസ്റ്റ്യൻ സാർ ജനറൽ കൺവീനർ, സത്യം പറഞ്ഞാൽ 70 വയസ്സായി രാപകലില്ലാതെ ഈ ക്യാമ്പസിൽ ഈ ദക്ഷിണ കേരള മഹായിടവയോടൊപ്പം ചേർന്ന് നിന്ന് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തെയും ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാജൻ വേളൂർ ചേട്ടൻ ജനം ടിവിയുടെ ഡയറക്ടറാണ്. ജീവൻ ടിവിയുടെ ഡയറക്ടറാണ് സാജൻ വേളൂർ ചേട്ടൻ. രാത്രി 3 മണിക്ക് വന്നാൽ ഈ ക്യാമ്പസിൽ കാണും. ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ സാഹചര്യങ്ങൾ വിലയിരുത്തി സമയബന്ധിതമായി നമ്മെ അറിയിച്ച് കുറവുകൾ പരിഹരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി സഭയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വമായി അദ്ദേഹം ഇന്നാളുകളിൽ മാറിയിരിക്കുന്നു. അദ്ദേഹത്തെയും ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലുള്ള സ്വാഗതം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എന്റെ കുഞ്ഞു മക്കൾക്ക് എപ്പോഴും ഈ സഭ നിങ്ങളെ കരുതും, നിങ്ങളെ പരിചരിക്കും, നിങ്ങളെ എല്ലാ മേന്മകളിലേക്ക് കൊണ്ടുപോകുവാൻ ഈ സഭ പ്രവർത്തിക്കും. നിങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ആ സംഘടനയെ കരുതണമെന്ന്. അവരെയും ക്രിസ്മസ് ദിനത്തിൽ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ദൂതറിയിച്ചുകൊണ്ട് ഒരു വിശക്കുന്നവൻ അന്നം പദ്ധതിയിൽ നിങ്ങളെ ചേർക്കുന്നു. നിങ്ങളെയും ദക്ഷിണ കേരള മഹായിടവകയായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യരായ അച്ഛന്മാർ, ഇവിടെ കൂടിയിരിക്കുന്ന സഭാജനങ്ങൾ, വിവിധ സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ദക്ഷിണ കേരള മഹായിടവയുടെ പേരിലുള്ള സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തമസോമാ ജ്യോതിർഗമയ, മൃത്യുമാർ അമൃതം ഗമയ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്നും ജീവനിലേക്കും നമുക്ക് ഈ സമൂഹത്തെ നയിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികൾ കേരളത്തിന്റെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, UDF കൺവീനർ ശ്രീ MM ഹസൻ, ശ്രീ VV രാജേഷും വിശിഷ്ട അതിഥികളും പ്രിയപ്പെട്ട ഗായിക പ്രമീള എല്ലിന്റെ പ്രാർത്ഥനാ ഗാനത്തിന്റെ അകമ്പടിയിൽ തിരിതെളിച്ചുകൊണ്ട് ഈ 12 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മഹാമാമാങ്കത്തിന് ഇവിടെ തിരിതെളിയാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും അതത് സ്ഥലങ്ങളിൽ ഇരുന്നാൽ മതി. കരങ്ങളടിച്ച് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ പ്രിയങ്കരായ വിശിഷ്ടാതിഥികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാഷ്ട്രീയ നേതാവ്, സൗമ്യമായ സമീപനത്തിന്റെ മാതൃകാ രൂപം, മലയാള മണ്ണിന്റെ വളർച്ചയിൽ ഉദാത്തമായ ജൈത്രയാത്ര നടത്തുന്ന
ഭരണാധികാരികളുടെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരൻ, ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും കർമ്മഹാകളം മുഴക്കണമെന്ന് അണികളെ ആഹ്വാനം ചെയ്യുന്ന എല്ലാവരുടെയും പൊതു മാസ്റ്ററായ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, CPM-ന്റെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററെ മുഖ്യപ്രഭാഷണത്തിനായി സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ഈ വേദിയിലുള്ള ബഹുമാനീയരായ ആദരണീയരായ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, MMS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ, വിവിധ മതസംഘടനകളുടെ പ്രമുഖരായ നേതൃനിരയിലുള്ള വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുട്ടികളെ, വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ നാടിന്, രാജ്യത്തിന് നൽകുന്ന മഹത്തായ ഒരു പരിപാടിയാണ് ഇവിടെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളും മറ്റ് മതവിഭാഗങ്ങളും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വിശാലാർത്ഥത്തിലുള്ള ഈ ട്രിവാൻഡ്രം ഫെസ്റ്റ് 2025 ഒരു വലിയ സംഭവമായിട്ട് 12 ദിവസക്കാലം ക്രിസ്മസിൻ്റെയും പുതുവത്സര കാലത്തിൻ്റെയും രണ്ടും ചേർത്തുകൊണ്ടുള്ള ഈ പരിപാടി വൻ വിജയമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികൾ, അതുപോലെ വിവിധ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണ പരമ്പരകൾ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. മനുഷ്യനെ മതത്തിൻ്റെയും ജാതിയുടെയും വിവിധ വർണ്ണ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്ന ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും യോജിപ്പിനു വേണ്ടി, എല്ലാവരുടെയും ഐക്യത്തിനു വേണ്ടി, മത സൗഹാർദ്ദം നിലനിർത്തുന്നതിനു വേണ്ടി, മതനിരപേക്ഷതയ്ക്കു വേണ്ടി, ജനാധിപത്യത്തിനു വേണ്ടിയെല്ലാം സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാ മുദ്രാവാക്യങ്ങളും എല്ലാം പരസ്പര പൂരകമായി നിൽക്കുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേവലമായ ഒരു പരിപാടി മാത്രമല്ല, മനുഷ്യ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരാശയം. നമുക്കറിയാം, ഒരു വിശ്വാസിയും യഥാർത്ഥത്തിൽ ലോകത്തെവിടെയും വർഗീയവാദിയല്ല. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ തെറ്റായ നിലപാടുകൾക്കെതിരായി പൊരുതി മുന്നേറാൻ നമുക്ക് സാധിക്കും. ആ വ്യക്തമായ കാഴ്ചപ്പാടോടെ സമൂഹത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളെ ജനങ്ങളുടെ പൊതുപ്രതി മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഇത്തരം സംയുക്തമായി നടക്കുന്ന വേദികൾ, പ്രവർത്തനങ്ങൾ വഴികാട്ടികളായി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ട്രിവാൻഡ്രം ഫെസ്റ്റും അതിൻ്റെ ഒപ്പം ചേർന്ന് 12 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ എല്ലാ നേതാക്കളെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവരോടെല്ലാമുള്ള സ്നേഹത്തോടുകൂടിയുള്ള ആശംസ എല്ലാവർക്കും വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കൊണ്ടും സമ്പുഷ്ടമായ ആശയം കൊണ്ടും ഈ ഒരു ഫെസ്റ്റിനെ ഏറെ സന്തോഷപൂർവ്വം സമീപിക്കുകയും ചെയ്യുന്ന ഏറെ പ്രിയങ്കരനായ ഗോവിന്ദൻ മാഷിനോടുള്ള സ്നേഹവും നന്ദിയും കൃതജ്ഞതയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂറുള്ള മീറ്റിംഗിൽ കേരളത്തിൻ്റെ മന്ത്രിമാർ, എംപിമാർ, മറ്റ് സഭകളിലെ ബിഷപ്പുമാർ എല്ലാവരും സംബന്ധിക്കുന്നതായിരിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് ആഗോള സഭയായി പടർന്ന് പന്തലിച്ച് ജീവകാരുണ്യ ആതുര സാമൂഹിക സേവന രംഗത്ത് ശ്രദ്ധേയമായ തിലകക്കുറിയായി മാറിയ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സാമുവേൽ മോർ ദയോപിലോസ് മെത്രാപ്പോലീത്തയ്ക്ക് ഈ മഹനീയ ചടങ്ങിൽ ഏറെ സന്തോഷകരമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ അത്തനാസിയോസ് യൂഹോൻ മെത്രാപ്പൊലീത്തയാൽ സ്ഥാപിതമായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ തൊട്ടടുത്തുള്ള പിൻഗാമിയായി ഇന്ന് സഭയെ നയിക്കുന്ന സ്നേഹവാനായ, സൗമ്യനായ, സ്നേഹിക്കുന്ന, കരുതുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അമരക്കാരൻ, ലാളിത്യത്തിന്റെയും എളിമയുടെയും പ്രതീകമായ, അറിവിന്റെ നിറകുടമായ സാമുവേൽ മോർ തെയോഫിലോസ് തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധ ത്രിയേക ദൈവത്തിന് മഹത്വവും മാനവും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന ഈ മഹൽ സമ്മേളനം അടുത്ത 12 നാളുകൾ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം നാം എല്ലാവരും ചേർന്ന് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സ്നേഹമുള്ള ഡോക്ടർ പ്രവീൺ വളരെ ഗംഭീരമായ ക്രിസ്മസ് സന്ദേശം അടങ്ങുന്ന ഒരു നല്ല സന്ദേശം നൽകി. അതിനപ്പുറമായിട്ട് പ്രസംഗങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, അവിടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ആ റെയിൽ ഗാഡിയിലെല്ലാം ഓട്ടം തുടങ്ങി. കേൾക്കുവാൻ ഒത്തിരി നേരം നമുക്ക് ചെവി കൊടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഞാനിന്നിവിടെ കടന്നു വന്നതിൻ്റെ ഏക താല്പര്യം ഇത്രയേ ഉള്ളൂ. ഒരു നാട് സന്തോഷം കൊണ്ടാടുമ്പോൾ, ഒരു സമൂഹം ഈ സന്തോഷത്തിൻ്റെ ആവേശം അവരുടേതായിട്ട് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ആകുവാൻ ലഭിച്ച ഭാഗ്യം അത് കളയരുത്, അത് ഉപയോഗിക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. അതിലുപരിയായി സദസ്സിൽ വളരെ മഹത് വ്യക്തിത്വങ്ങളോടൊരുമിച്ച് പങ്കുചേരുവാനും അവരെ കാണുവാനും കൂട്ടായ്മ പുതുക്കുവാനും നല്ല സന്ദേശങ്ങൾ കേൾക്കുവാനും സാധിക്കുന്നത് എൻ്റെ ആത്മാവിനും നല്ലതാണ്. അതുകൊണ്ട് ഈ തരുണത്തിൽ എനിക്ക് ലഭിച്ച ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ട്രിവാൻഡ്രം ഫെസ്റ്റ് ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ ഈ വലിയ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നുണ്ട്, ക്ഷമിക്കണം. ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു.
നിങ്ങളുടെ ഈ നല്ല ആശയത്തെയും നിങ്ങൾ ഒന്നായി ചേർന്ന് ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷയിൽ സർവേശ്വരനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുകയും നമ്മുടെ നാടിനും നമുക്കും ഇത് വലിയ ഒരു ഉത്സവവും സന്തോഷവും സമാധാനവും നൽകിത്തരുന്ന ദിനങ്ങളുമായി തീരട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ദൈവത്തിന്റെ കൃപകളും നൽകുമാറാകട്ടെ. മഹാപദ്ധതി കോവിഡ് കാലഘട്ടത്തിൽ വളരെയധികം സങ്കടത്തോടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ജനതയ്ക്ക് ആശ്വാസമായി CSI ദക്ഷിണ കേരള മഹായിടവകയുടെ തന്നെ അമരക്കാരൻ ഡോക്ടർ ടി പ്രവീൺ സാർ നേതൃത്വം നൽകിയ മഹാപദ്ധതി വിശക്കുന്നവന് അന്നം 8 ഘട്ടമായി 10,500-ലധികം കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഈ വിശക്കുന്നവന് അന്നം എന്ന പദ്ധതി മാറിക്കഴിഞ്ഞു. ഇത് ജനഹൃദയങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി പങ്കുവയ്ക്കലിന്റെ സന്തോഷമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ അംഗങ്ങൾക്ക് കിറ്റ് വിതരണം നൽകിക്കൊണ്ട് ഈ വേദിയിൽ ഒരിക്കൽ കൂടി വിശക്കുന്നവൻ അന്നം പദ്ധതിയുടെ ഭാഗമായി മാറുകയാണ്. കിറ്റ് നൽകുന്നതിനായി മിഖായേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ടി പ്രവീൺ സാറിനെയും ചെയർമാൻ ശ്രീമതി സിനി മാഡത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമായ ക്രിസ്മസ് വരവായി എല്ലാവർക്കും സന്തോഷം. ഞങ്ങളുടെ ജില്ലയിലെ നിർധനരും രോഗബാധിതരുമായ അംഗങ്ങൾക്ക് എല്ലാ മാസവും സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടുകൂടി ഭോജനം എന്ന പേരിൽ വിശക്കുന്നവന് അന്നം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ മാസം നമ്മുടെ ബഹുമാന്യനായ പ്രവീൺ സാറിനെ അടുത്ത് സമീപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ക്രിസ്മസ് ഫെസ്റ്റിനെ കുറിച്ച് പറയുകയും വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ അതിലേക്ക് കരുതുകയും ചെയ്തു. സാറിനോടും CSI മഹാ ഇടവകയോടുമുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അഗൈതവമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ കൂടി ഞങ്ങളുടെ ഭോജനം പദ്ധതി അങ്ങയുടെ ചാരിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നുകൂടി ഒരു വിനീതമായ അപേക്ഷ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങളെ ഇത്രത്തോളം കരുതിയതിന് ഒരേ ഒരു ദിവസം മാത്രമേ പ്രവീൺ സാറിനെ എനിക്ക് കാണേണ്ടി വന്നിട്ടുള്ളൂ. സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൂടി ഇരിക്കുന്ന നിർധനരായ അന്ധരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് സമ്മാനങ്ങൾ, അതായത് ക്രിസ്മസ് കിറ്റ് തരാമെന്ന് പറഞ്ഞു. അതിന് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കരുതിയതിന് ഈശ്വരൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും എന്നും സാറിന് ഉണ്ടാകുമെന്നും ഞങ്ങളുടെ എല്ലാവരുടെയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ എല്ലാ അംഗങ്ങളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. CSI ദക്ഷിണ കേരള മഹായിടവകയും ആക്സും അണിയിച്ചൊരുക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റ് 2025 ഉദ്ഘാടന വേദിയിൽ സന്ദേശം നൽകുന്നതിനായി ജനഹൃദയങ്ങളെ കീഴടക്കിയ മുൻ മന്ത്രിയും കൂടുതൽ പ്രസക്തമായ ആഹ്വാനമാണ്, പ്രബോധനമാണ് എത്തിപ്പെട്ടും ലോകത്തിലാകെ നൽകിയത്. ശത്രുക്കളെ സ്നേഹിക്കുവാനും പീഡിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാനും ക്രിസ്തുദേവൻ അരുൾ ചെയ്തു. അയൽക്കാരെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കാൻ ക്രിസ്തു ആഹ്വാനം ചെയ്തു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും എല്ലാം വളരെ ഘോര ശബ്ദങ്ങൾ മുഴങ്ങിക്കേൾക്കുകയാണ്. നമുക്ക് വാസ്തവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ
മഹാന്മാര് ക്രിസ്തുവും നബിയും കൃഷ്ണനും അതുപോലെ എല്ലാ നേതാക്കളും നൽകിയിട്ടുള്ള ആഹ്വാനങ്ങൾ ഒന്നാണ്. അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹം പരസ്പരം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സമ്പന്നമാക്കുന്നതാണ്. ക്രൈസ്തവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കെപ്പോഴും ആകർഷണം തോന്നിയ ഒന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. ക്രിസ്തുവിന്റെ രാജ്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു ഉപദേശിച്ചതെന്താ? ശത്രുക്കളോട് ക്ഷമിക്കാൻ പറഞ്ഞു. ക്രൈസ്തവനെ കുരിശിൽ തറച്ച് കൊല്ലാൻ ശ്രമിച്ചവരോട് അദ്ദേഹം പറഞ്ഞതെന്താ? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇവരോട് നീ ക്ഷമിക്കണമേ. ക്ഷമിക്കുക, സഹിക്കുക, പൊറുക്കുക. ഇതാണ് ക്രൈസ്തവ യേശുവിൻ്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി സമൂഹം കാണേണ്ടത്. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവന് ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവർക്ക് പോലും ദൈവം അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പും കൊണ്ട് എന്തെല്ലാം കൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ നടക്കുന്നു. അത് കാണുമ്പോൾ യേശു കുരിശിൽ തറയ്ക്കുമ്പോൾ പറഞ്ഞ ആ വാക്കുകൾ നമുക്കും ആവർത്തിക്കാൻ തോന്നി. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ, ഞാനുൾപ്പെടെ നമ്മളെല്ലാവരോടും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ. നിസ്വാർത്ഥമായ പരസ്നേഹത്തിൻ്റെ മാതൃക അവതരിപ്പിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞ പ്രസിദ്ധമായൊരു അന്യോപദേശമാണ് നല്ല ശബരിയാക്കാരൻ്റെ ഉപമ. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ കഥ കാണുന്നുണ്ട്. യെരൂശലേമിൽ നിന്ന് യെരിക്കോയിലേക്ക് യാത്ര പോകുന്ന ഒരു മനുഷ്യരെ കൊള്ളക്കാർ ആക്രമിച്ച അവസരത്തിൽ അയാൾ മൃതപ്രായരായപ്പോൾ അയാളെ അവിടെ ഉപേക്ഷിച്ച് അവർ പോവുകയാണ്. അതുവഴി ഒരു പുരോഹിതൻ വന്നു. അതുവഴി ദേവാലയ ശുശ്രൂഷകരുടെ ഗണത്തിൽപ്പെട്ട ലേവായനും ആ വഴി വന്നു. അവരാരും ഈ മനുഷ്യരെ കണ്ടില്ല, ശ്രദ്ധിക്കാതെ പടന്നുപോയി. പക്ഷേ യഹൂദർ പൊതുവെ താഴ്ന്നവരായി കണക്കാക്കിയിരുന്ന ശമരിയാക്കാരിൽപ്പെട്ട ഒരുവൻ ആ വഴി വന്നപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ആ മനുഷ്യരെ കണ്ട് അയാളുടെ മനസ്സിനെ അയാളെ അദ്ദേഹം ആ ശമരിയാക്കാരൻ രക്ഷിച്ചു. അതാണ് ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പ്രബോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറയുമ്പോഴാണ് യേശു പ്രസിദ്ധമായ ഈ ഉപമ പറഞ്ഞത്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിലുള്ളതാണ്. ആ ഉപമയും ആ സന്ദേശവും ഇന്ന് സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വളരെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇവിടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനും കഴിയുന്ന ഒന്നാണ് ഈ ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസ് എന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കേണ്ടത്. ക്രിസ്തുദേവനിലുള്ള വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം ക്രിസ്തുദേവന്റെ പ്രബോധനങ്ങൾ ക്രൈസ്തവർ മാത്രമല്ല മനുഷ്യരാശിക്ക് നൽകിയ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാനും അത് പിന്തുടരാനും നമുക്കെല്ലാം ശക്തി പകരുന്നതാകട്ടെ ഈ ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഇങ്ങനെയൊരു നൂതനമായ ഒരാശയം ഇവിടെ ഡോക്ടർ പ്രവീൺ പറയുകയുണ്ടായി. എല്ലാ വർഷവും ഇവിടെ നടത്തും. ദക്ഷിണ കേരള ആ ഇടവകയുടെ അങ്കണത്തിൽ ഞാനിപ്പോൾ വരുന്നത് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പ്രവീണിനെയും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
ബഹുമാനപ്പെട്ട ഹസൻ സാർ അയൽക്കാരെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ അയൽക്കാരെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ചാൽ നമ്മൾ തിരിച്ച് സ്നേഹം തരാൻ റെഡിയാണ് സാർ. അപ്പോ ഒരു നിമിഷം നമ്മുടെ ഈ അന്തർക്ക് ഒരു 5 മിനിറ്റ് എല്ലാവരും ക്ഷണിച്ച് അവർക്ക് കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഉണ്ടാക്കി അവർക്ക് വീടുകളിൽ പോകണം. മനസ്സിലാണ് അവരിയ്ക്കുന്ന സ്ഥലത്ത് വേഗം കൊടുക്കും. ഒരു 5 മിനിറ്റ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെ ഉത്സവം. നമുക്ക് വീണ്ടും ഒരു ക്രിസ്മസ് സന്ദേശം കേൾക്കാം. മലബാർ സ്വതന്ത്ര സിറിയൻ സഭയുടെ പരമോന്നത തലവൻ റവറൻ ഡോക്ടർ സിറിയൻ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി ആദരണീയനായ തിരുമേനി അമരക്കാരൻ പ്രസിഡന്റായി ഇന്നാളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന തിരുമേനിയെ സ്നേഹപൂർവ്വം പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു.